20 ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. 20 ലക്ഷം രൂപ മോന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം 20 ലക്ഷം രൂപ നമ്മൾ ചുമ്മാ ഒരു സാധനമാണോ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുക്കാനായിട്ട്? അതെ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി പ്രിയ വീണ്ടും പൂജിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ പറഞ്ഞേ? 20 ലക്ഷം ഞാൻ തട്ടിച്ചിട്ടില്ല. അയ്യോ 20 ലക്ഷോ? അതോ ഞാനോ? അയ്യോ, ഇതൊക്കെ എൻ്റെ ഹേറ്റേഴ്സ് പറഞ്ഞ് പരത്തുന്നത്. എൻ്റെ ഫാൻസ് എന്നെ അങ്ങനെയൊന്നും പറയില്ല. ഈ സെറ്റപ്പിലായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ അജിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ലക്ഷ്മി പ്രിയ പറഞ്ഞത്. എന്നാലും ഇപ്പം മുഞ്ചി തെളിവ് സഹിതം ചേച്ചി ഇല്ലെങ്കിൽ പറ, ഇല്ലെങ്കിൽ എൻ്റെ പേരിൽ കേസ് കൊടുക്കും. ഞാൻ അവിടെ സ്റ്റേഷനിൽ വരാം. അൻസിബെ 3 മണിക്കൂർ ഇരുത്തിയതുപോലെ എന്നെ ഒരു 4, 5, 6 മണിക്കൂർ ഇരുത്ത്. എനിക്ക് വിഷയമൊന്നുമില്ല. നമുക്കൊരു ദിവസം മൊത്തം കളഞ്ഞാലും ഞാൻ ആർക്ക് ലക്ഷ്മി പ്രിയ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ വന്ന് നിൽക്കും. എന്തായാലും ചേച്ചി അല്ലെങ്കിൽ കേസ് കൊടുക്കണം, ഉറപ്പായിട്ട് കൊടുക്കണം. ആ 20 ലക്ഷത്തിൻ്റെ വ്യാജ കഥയാണ് യൂട്യൂബേഴ്സ് അടിച്ചിറക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര്, പിന്നെ യൂഷസ് ആയിക്കോട്ടെ പേര്, അങ്ങനെ ഇങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ഇവരുടെ എല്ലാവരുടെ പേരും അങ്ങോട്ട് അടിച്ചിറക്കണം. അടിച്ചിറക്കിയവർക്ക് പേരിലെല്ലാം കേസ് കൊടുത്ത് അവിടെ വരുത്തണം. നമ്മളൊരു ട്രിപ്പായിട്ട് ഒരുമിച്ച് അങ്ങ് വരും. എന്ത് ചേച്ചിയെ പറ്റിയിട്ട് നമ്മൾ വ്യാജ ആരോപണം അടിച്ചിറക്കി, ചേച്ചി കേസ് കൊടുക്കണം. കൊടുത്തേ പറ്റത്തുള്ളൂ ചേച്ചി, കൊടുത്തിരിക്കണം. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി എടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിഷയങ്ങൾ. ലക്ഷ്മി പ്രിയ ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞാനങ്ങനെ ആരെയും പറ്റിച്ചിട്ടില്ല, തട്ടിച്ചിട്ടില്ല, വെട്ടിച്ചിട്ടില്ല, മൂഞ്ചിച്ചിട്ടില്ല. ഇന്നലെ നമ്മുടെ പ്രൊഡ്യൂസർ എണ്ണം പറഞ്ഞ് നിങ്ങൾ കേട്ടതാണല്ലോ, 20 ലക്ഷമാണ് തേച്ചൊട്ടിച്ച് അണ്ണാക്കി കൊടുത്തത്. എന്നിട്ട് അതിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, 10 ലക്ഷം ബൈ ഹാൻഡും 10 ലക്ഷം ട്രാൻസ്ഫറുമാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ തിരിച്ച് അയ്യോ 20 ലക്ഷം അങ്ങനെ ചേച്ചി വാങ്ങിയിട്ടില്ലെന്നും പറയാൻ പറ്റത്തില്ല. വാങ്ങിയിട്ടില്ലെന്ന് ചേച്ചിക്ക് ഹാൻഡിൽ വാങ്ങിയത് തെളിയിക്കാൻ പറ്റത്തില്ല. മറ്റത് അക്കൗണ്ടിൽ വാങ്ങിയതിൻ്റെ മാത്രമല്ലേ തെളിവുള്ളൂ. അപ്പം ഹാൻഡ് വാങ്ങിയത് ചേച്ചിക്കാണെങ്കിൽ അയ്യോ 10 ലക്ഷം വാങ്ങിയിട്ട് കള്ളം പറഞ്ഞ് 20 ലക്ഷം എന്ന് പറഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പറ്റത്തില്ല. അതിൻ്റെ റീസൺ ചേച്ചി 20 ലക്ഷത്തിൻ്റെ ചെക്ക് തിരിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു. ബൗൺസ് ആയ ചെക്ക് അങ്ങനെ. അതുകൊണ്ട് അവിടെയും ചേച്ചി തേഞ്ഞു, മൂഞ്ചി, പെട്ടു. ഓക്കെ, സന്തോഷമായില്ലേ? അപ്പോൾ 20,16,000 രൂപ. എന്തായാലും ഉറപ്പായിട്ടും ചേച്ചി ഞാൻ പറയുന്ന കള്ളമാണെങ്കിൽ നമ്മുടെയൊക്കെ പേരിൽ കേസ് കൊടുക്കണം. കേസ് കൊടുത്ത് നമുക്കവിടെ വന്നിട്ട് തെളിവുകളെ, കയ്യിലിരിക്കുന്ന തെളിവുകൾ ഒക്കെ എടുത്ത് കൊടുക്കണം. ബൗൺസ് ആയ ചെക്ക്, അത് ഇത് ചപ്പ് ചവറ് പരാതി തന്നത്, അത് ഇത് എല്ലാം കോടതിയിലെ പേപ്പർ എല്ലാം കയ്യിലുണ്ട്. ഇതെല്ലാം എടുത്ത് എനിക്ക് അവിടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ചേച്ചി എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കുക. എവിടെയായാലും നമ്മൾ അവിടെ വരുന്നതായിരിക്കും. അപ്പം നമ്മൾക്ക് ചേച്ചി കുറച്ച് നാൾ മുന്നേ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ട് നോക്കാം. വാവ്, അമേസിങ് ചേച്ചി. യാഥാർത്ഥ്യമുണ്ടോ അതോ ലക്ഷ്യപ്രിയ ശരിക്കും 20 ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ടോ? നമുക്ക് വിളിച്ചു ചോദിക്കാം. ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. 20 ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. തെളിവ് ഞാൻ തരാം. എന്റെ കയ്യിലിരിപ്പുണ്ട്. അയ്യോ തരാം. ചേച്ചിക്ക് മാത്രമേ അയച്ചു തരുള്ളൂ. ചേച്ചിനെ പേഴ്സണലി വിളിക്കും, ഞാൻ അയച്ചു തരാം. നമുക്കിങ്ങനെ പബ്ലിക്കിൽ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാലേ നമുക്ക് എതിരെ കേസ് വരും. കാരണം നിങ്ങളുടെ ചെക്ക്, അഡ്രസ്സ്, അക്കൗണ്ട് നമ്പർ, അത് അപ്പം ചവറൊക്കെ കാണിച്ചു തന്നു നമുക്കെതിരെ വരും. പിന്നെ നമ്മളെടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനാണ് വളച്ചൊടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും. വേണ്ട, ചേച്ചി വിളിക്ക്, സ്റ്റേഷനിൽ കേസ് കൊടുക്ക്. ചേച്ചിക്ക് അതാണല്ലോ വ്യാജ പരാതി കൊടുത്താണല്ലോ ശീലം. ആ സ്ഥിതിക്ക് അതേ മുറയിൽ തന്നെ നടക്കട്ടെ. എന്നിട്ട് ചേച്ചി ക്യാമറ ഇല്ലാത്ത ഏതെങ്കിലും സ്റ്റേഷനിൽ കൊണ്ട് പരാതിയും കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ 3, 4, 5, 6 മണിക്കൂർ അവിടെ വിളിച്ചിട്ട് ഹരാസ് ചെയ്യിപ്പിച്ചിട്ട് വിട്, നമ്മൾ വരാന്നേ. അല്ലാണ്ട് പിന്നെ എന്തായാലും അയ്യോ തെളിവ് കൊണ്ടുപോകാന്ന്. തെളിവ് എടുക്കട്ടെ. തെളിവ് പേഴ്സണലായിട്ടൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഇതൊരു അപ്പം തന്നെ തെളിവ് സ്പോട്ട് ചെയ്ത് ചെയ്തു. വാവ്. അച്ചോളൂ, ഇത്രയും പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന പിഞ്ച് പിള്ളേരാണ് എല്ലാവരും കൂടി കുറ്റം പറഞ്ഞത്. സിബിലാലെന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിന് അടിച്ച് അമ്മാക്കി കൊടുത്ത് തേച്ചൊട്ടിച്ചിട്ടാണ് ഇവളുമാരുടെ ഇമാതിരി ന്യായീകരണം. ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, ക്രിമിനൽ കേസ് അടക്കമുള്ള ഇവരെ എന്തിനാണ് അമ്മ എന്ന സംഘടനയിൽ എടുത്ത് ഇരുത്തിയത് ഒരു സ്ഥാനത്ത്? അപ്പോൾ ഈ സംഘടനയിൽ അടക്കം ഫ്രോഡുകളാ. അതുപോലെ ടിനിടോം ഏട്ടനെ കുറിച്ചിട്ട് ഒരു ഞെട്ടിക്കുന്ന സാധനം ചിലപ്പോൾ താമസിയാതെ വരും. അപ്പോഴതും മൂഞ്ചു. മൊത്തത്തിലെ പടലം മാവും കലവും ആവും. ആരുടെ? അമ്മച്ചിയുടെ. ആ സെറ്റപ്പാണ് കളികൾ നടക്കുന്നത്. ടിനിടോമിന്റെ ഉടായ്പകൾ അടക്കം. അപ്പൊ ശരി. പിന്നെ അതുപോലെ ചാനലിൽ നമ്മളെ വീഡിയോ ഒക്കെ ഇട്ട് റിപ്പോർട്ട് അടിച്ച് പൊട്ടിച്ച് ചാനലൊക്കെ അടിച്ച് തൊലച്ച് കളഞ്ഞാലും വരും. ഞാൻ വീഴ്വേണ്ട നിனைத்தாலும் എന്ന യാറാലുമേ അഴിക്ക മുടിയാതെ. അപ്പൊ ശരി, കാണാം. ഓ
അയ്യോ വെറുതെ പറയാൻ ഇത് വെള്ളരിക്ക പട്ടണം അല്ല ചേച്ചി. നമ്മൾ വെള്ളരിക്ക പട്ടണത്തിലൊന്നും അല്ല ഇരിക്കുക, നമ്മൾ കൊച്ചു കേരളത്തിലായിരിക്കുന്നത്. ഇത് വെള്ളരിക്ക പട്ടണമല്ല ചേച്ചി. ഒരാളെ 20 ലക്ഷം രൂപ വരെ തട്ടിപ്പ് നടത്തിയിട്ട് വ്യാജ മറ്റേ ബൗൺസായ ചെക്ക് കൊടുത്ത് അങ്ങേരെ പറ്റിപ്പും തട്ടിപ്പും നടത്തിയിട്ട് കോടതിയിൽ കേസുമായി. കോടതിയിൽ ഇപ്പോഴും നടക്കുന്നു. ഇനിയിപ്പം 24, 26 എന്താ ഹിയറിംഗ് വെച്ചിട്ടുണ്ട്, ഫൈനൽ ഹിയറിംഗ്. ആ സെറ്റപ്പിലായിട്ടുള്ള കേസാണ്. ചേച്ചി മൂഞ്ചി ഈ പറയുന്ന സിബിലാലിനെ മൂഞ്ചിച്ചതിന് ചേച്ചി വെള്ളം കുടിക്കും. തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതിന് ചേച്ചി ഇത്ര ഇഞ്ഞ ഇമ്ര ഉക്രു ഇക്ര ഇപ്ര വരയ്ക്കും. ആ സെറ്റപ്പിലോട്ടായിട്ടൊരു സംഭവം. ചേച്ചിയാണ് ഉരുളുന്നത്. കള്ളം പറയുന്നത് ഗുഡി സെറ്റപ്പ് ഒക്കെ ആണെന്ന് പറയുന്ന കേട്ടോ. നമ്മളെന്തും കയറി ഇടിക്കല്ലേ. ഇടിച്ചു കഴിഞ്ഞാൽ 4 പക്കത്ത് CCTV ഞാനും വെക്കും. ചേച്ചി പോലീസ് സ്റ്റേഷന്റെ അകത്ത് CCTV വെച്ച് ഞാൻ കക്കൂസിന്റെ അകത്ത് CCTV വെക്കും. മുള്ളാൻ പോകുമ്പോഴടക്കം ഞാൻ സേഫ് സെക്യൂരിറ്റി ആയിരിക്കും. അതുകൊണ്ട് ചേച്ചി സൂക്ഷിക്കണം. പറയാൻ പറ്റത്തില്ല, ഗുണ്ടി സെറ്റപ്പ് ആയോണ്ടേ. പിന്നെ അതുപോലെ തന്നെ ചാനലൊക്കെ അടിച്ച് കളയണട്ടെ. പിന്നെ നമുക്കൊക്കെ ചിലപ്പം ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് തരാം, മിണ്ടാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വരുമെന്തോ അറിയില്ല. എന്തോ ഞാനൊക്കെ എനിക്കൊരു കോടീശ്വരനായി മാറില്ല. 20 ലക്ഷം ഒരുത്തനെ പറ്റി ചെയ്യുന്നതാണ്. പിന്നെ ബാക്കി വേറെ ആൾക്കാർക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ പോകുന്നത് അത് നടക്കില്ല. പക്ഷേ വേറെ പലർക്കും കൊടുത്തിട്ട് പലരെയും കൊണ്ട് പലരും ചെയ്യിപ്പിക്കുന്നു എന്നുള്ള റൂമേഴ്സും കേൾക്കുന്നുണ്ട്. റിപ്പോർട്ടൊക്കെ അടിക്കാൻ ഇത്രയും മിടുക്കന്മാരെ കൊള്ള സ്ഥിതിക്ക് വെറുതെ അടിക്കുവോ? ഇല്ലല്ലോ. അജൂടെ തള്ളിപ്പോയ കേസ്. അപ്പൊ കോടതിയിലിരിക്കണ നിങ്ങളുടെ അമ്മൂമ്മയുടെ കേസായിരിക്കും അല്ലേ? മനസ്സിലായി. അമ്മൂമ്മ 20 ലക്ഷം തട്ടിപ്പിച്ച് നടത്തിയതിന്റെ കേസായിരിക്കും. തള്ളിന്ന് മറിക്കുക, തള്ളിപ്പോയ കേസെന്ന്. അച്ചോടാ അയ്യോടാ തക്കുടു ജുഗുടു തള്ളിപ്പോയ കേസ്. അപ്പൊ പിന്നെ ഇയറിങ് മൂഞ്ചാണ് വെച്ചിരിക്കുന്നേ. എന്തുവാ ചേച്ചി തള്ളുവാണല്ലോ അങ്ങ്. എനിക്കോ മറ്റുള്ളവർക്കോ യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യം നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ. തീർച്ചയായിട്ടും അവസാനമായി കേസിന്റെ വഴിക്ക് നടത്തുക എന്നാണ് ഞാൻ. കേസിന്റെ വഴിക്ക് പോകുന്നു. ചേച്ചിയുടെ വഴിക്ക് പോകുന്നു. എന്തായാലും മൂഞ്ചുന്ന വഴിയാണ് ചേച്ചിയുടെ വഴിയെന്ന് മനസ്സിലായി. എടാ പല നാൾ കള്ളൻ ഒരു നാൾ പിടി. ഇവിടെ എത്രത്തോളം ഉത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഇതെല്ലാം എക്സ്പോസ് ആവും. നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ചും ജീവിക്കുന്ന എല്ലാ എണ്ണം ഇവിടെ എക്സ്പോസ് ആവും. എടാ ഞാൻ ലോകം കണ്ട നന്മ മരം നല്ലവനൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. അയ്യോ അതിലേട്ടോ സൂപ്പർ, ഇതുപോലത്തെ ഒരു നന്മ മരം വേറെ ഇല്ലത്. പക്ഷെ ഇന്നേ വരെ ഒരുത്തനെ പോലും മൂഞ്ചിച്ച് 5 പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഒരുത്തിയും തേച്ച് മൂഞ്ചിച്ചിട്ടും ഇല്ല. ഓക്കെ അത് നമുക്ക് കൺഫേം ആയിട്ട് വാക്ക് വരാൻ പറ്റുന്ന വാക്കാണ്. ഓക്കെ കാര്യം പിടിയിട്ട് കാണുമല്ലോ. അപ്പം ബാക്കി ഞാൻ ഈ നാട്ടിൽ തന്നെ എന്റെ കുടുംബവുമായിട്ട് ഈ സിനിമയിലും അഭിനയിച്ച് നിങ്ങൾ കാണുന്ന പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്ത് തന്നെയുണ്ട്. ഈ ലോകത്ത് തന്നെ ഞാനുണ്ട്. ഞാനിങ്ങ് ഒളിച്ചോടിയിട്ടില്ല, എവിടെയും ഒളിച്ചോടിയില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് തന്നെങ്കിൽ അക്കൗണ്ടിൽ അതിന് തെളിവുണ്ടാവണ്ടേ? അയ്യോ തെളിവുണ്ട് ചേച്ചി, അക്കൗണ്ടിൽ തന്നതിന്റെ തെളിവുണ്ട്. ചേച്ചിക്ക് കാണണോ? ഞാൻ അയച്ചു തരാം. പേഴ്സണലി എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ അപ്പൊ സ്പോട്ടിൽ അയച്ചു തരുന്നു. തെളിവുണ്ട് കയ്യില്. അക്കൗണ്ടിൽ 10, ഹാൻഡ് ബൈ ഹാൻഡ് 10. അപ്പൊ ചോദിക്കും ബൈ ഹാൻഡിന് തെളിവുണ്ട? തെളിവ് വേണ്ട. അതിനുള്ള അടുത്ത തെളിവ് ചേച്ചി തന്നെ 20 ലക്ഷത്തിന്റെ ചെക്ക് ബൗൺസായ ചെക്ക് ഇങ്ങോട്ട് എഴുതി കൊടുക്കും. അപ്പൊ തന്നെ 20 ലക്ഷം അങ്ങോട്ട് വാങ്ങിയത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് 20 ലക്ഷം എഴുതിയത്. ഏത് അത് ഓക്കെ. ഇപ്പൊ കാര്യം പിടിയിട്ടില്ല. പിന്നെ 16,000 പൊട്ടുപുല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ വച്ചാൽ കൂടി ഞാൻ വയ്ക്കൂല. 16,000 വാങ്ങണം. 20,16,000. പിന്നെ കേസ് കൊടുത്താൽ നഷ്ടപരിഹാരം എല്ലാം കൂടി ചേച്ചി 1 കോടി രൂപ കൊടുക്കാൻ പറ്റിയ അകത്ത് കിടക്കണം. കിടത്താൻ പറ്റൂ. ഇത് വഴുതണങ്ക പട്ടണം. പിന്നെ തെളിവില്ല. ഞാൻ എന്റെ കീരവത്ത് വെച്ചിട്ടാ കളിക്കുന്നത്. കീരവത്ത് വെച്ചിട്ടാ ചേച്ചി കട്ടയ്ക്ക് തെളിവ് 100-110% കയ്യിൽ വെച്ച് കണ്ടു വായിച്ച് തൃപ്തിപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കളിക്കരുത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കേസ് തള്ളിപ്പോയ ഒരു കേസാണ്. മനസ്സിലായി? തള്ളിപ്പോയതല്ല ചേച്ചി, തള്ളി മറിക്കുന്ന ഒരു കേസാണ്. അങ്ങനെ പറ. ചേച്ചി തള്ളി മറിക്കുന്ന കേസാണ് ഇത്. കേസ് തള്ളിപ്പോയിട്ടില്ല, ചേച്ചി തള്ളി മറിക്കുന്നു. അങ്ങനെ പറ. ഊമക്കത്തല്ലേ? ഊമക്കത്ത് ഞാൻ കാണിക്കാം. അത് ഞാൻ കാണിക്കാം. അതിന് വേറെ നിയമ തടസ്സമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. അയ്യോ ലോകം അറിയുന്ന കള്ളിക്ക് കൂട്ടിയിരിക്കുന്ന കള്ളനായിട്ടുള്ള ഒരു വക്കീൽ അല്ലാണ്ട് ഏത് വക്കീൽ? ലോകം അറിയുന്ന വക്കീലോ? ലോകം അറിയുന്ന ആരുടെ?
ഇനി നമ്മുടെ മൈക്കിൾ ജാക്സൺ എല്ലാം തന്നെ അതാകുമ്പോൾ ലോകം അറിയുന്ന ഒരാളായിരുന്നു. ഇനി അങ്ങനെ വക്കീലായിരുന്നെങ്കിൽ നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ വക്കീലെന്ന് പറയും. ലോകം അറിയുന്ന ഒരു വക്കീൽ ആരുടെ തള്ളിയൊന്നും മറിയുക. ലോകം മൊത്തം അറിയുന്നു ഏത് വക്കീലുടെ ലക്ഷ്മിപ്രിയയുടെ പോക്കറ്റിൽ. ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെ ലക്ഷ്മിപ്രിയ. അല്ല, ഈ 4 വർഷത്തെ കാര്യമൊക്കെ ഇപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. ഇതുവരെ അവരുടെ അയ്യോ ജനങ്ങൾ അറിഞ്ഞിട്ട് കീരവത്ത് എടുത്തിട്ട് പുഴുങ്ങിയിട്ട് മുട്ട അഴിച്ച് തിന്നെ. അയ്യോ ജനങ്ങൾ അറിഞ്ഞിട്ട് എന്തിനെന്ന് നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് കാശുണ്ടാക്കിയിട്ട് ഒരു പാവപ്പെട്ട പ്രൊഡ്യൂസർ സിനിമയെന്ന് സ്വപ്നത്തിലോട്ട് ഇറങ്ങി വന്നതാ. ആദ്യം തന്നെ അങ്ങനെ മുളയിലെ നുള്ളിക്കളഞ്ഞു. അടിച്ചണ്ണാക്കി കൊടുത്തില്ലേ 20,16,000 രൂപ തട്ടിപ്പ് നടത്തിയത്. എന്നിട്ട് അയ്യോ ജനങ്ങൾ അറിഞ്ഞിട്ട് എന്നാ ഉണ്ടാക്കാനാണ്. നിന്റെയൊക്കെ പൊയ് മുഖങ്ങൾ ജനങ്ങൾ അറിയണം. നീയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇവിടെ ജീവിക്കുന്നത്, ഈ സംഘടനയിലേക്ക് അറിയുന്ന തലപ്പത്തിരുന്ന് മറ്റുള്ളവരെ പ്രാകുന്നത് അടക്കം ജനങ്ങൾ അറിയണം. നിന്റെയൊക്കെ തനി കുണം ജനങ്ങൾ അറിയണം. അയ്യോ ഇലക്ഷൻ മത്സരിക്കാൻ പോയില്ലേ? ഇലക്ഷൻ മത്സരിക്കാൻ കൊണ്ട് കെട്ടി എഴുന്നള്ളി പോയി മൂഞ്ചി തുപ്പി കമ്മിത്തിരിയായത് ഓർമ്മയില്ലേ? അയ്യോ ഈ 20 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തി ഇവളൊക്കെ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാക്കി തന്നെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി. അയ്യോടാ, ആരെങ്കിലും ഒരാളെങ്കിലും വോട്ടിട്ട് കൊടുത്താടാ. നിന്റെ വോട്ട് പാഴ്. ചേച്ചിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുമ്പോൾ ഇതിന്റെ സത്യം എന്തായാലും അറിയണം. ഇപ്പം തന്നെ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ ഇടയിൽ മിണ്ടല്. നിന്റെ ഇട ഉള്ളൊരു ഇതങ്ങ് പോവും. നിനക്ക് തെളിവില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ തെളിവ്. പക്ഷെ അയച്ചൊന്നും തരത്തില്ല, കാണിച്ചു തരാം. ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് ഇപ്പുറത്തെ ഫോണിൽ വെച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ലോക ഉടായ്പിന്റെ അടുത്തിരുന്നാണ് സംസാരിച്ച് ചേച്ചി സത്യം ഞാൻ ഇപ്പോഴാണ് കുണച്ചതെന്ന്. ഇത് 4 വർഷം മുമ്പ് തള്ളിക്കളഞ്ഞൊരു കേസാണ്. 4 വർഷം മുന്നേ തള്ളിക്കളഞ്ഞല്ല, ഇവള് തള്ളി മറിക്കുന്ന കേസാണ്. തള്ളിക്കളഞ്ഞിട്ടില്ല. കേസ് അവിടെ ഉണ്ട്, ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. മുഞ്ചാനല്ല ഹിയറിംഗ് വെച്ചിട്ടുള്ളത്. ആണോ? പിന്നെ ചെക്ക് മൂഞ്ഞാനാ ബൗൺസായി കള്ള ചെക്ക് വഴി അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തത്. തള്ളല്ലേ? തള്ളു 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 തള്ളാത്ത് വണ്ടി. ഞാൻ ഹാജരാക്കിയില്ലുണ്ട്. എന്റെ 10 ലക്ഷമല്ല 20 ലക്ഷമാണ്. അതെ 10 ലക്ഷം രൂപ കയ്യിൽ തന്നു. എനിക്ക് പറഞ്ഞൂടെ 1 കോടി രൂപ കൊണ്ട് തന്നു. ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം തന്ന സാധനം ഉണ്ടാവില്ലേ? ചുമ്മാ തന്നുകൊണ്ട് 20,000 രൂപയ്ക്ക് മേലെ ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്നെ കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല. കൊടുക്കാൻ റൈറ്റ് ഇല്ല. അക്കൗണ്ട് ത്രൂ അല്ലാതെ കൊടുത്തു എങ്കിൽ അതിനുള്ള തെളിവുകൾ അദ്ദേഹം ഹാജരാക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്? പാലം കടന്ന് നമുക്ക് കടന്നു പോവാം. അയ്യോ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന പിഞ്ചു പിള്ള ആര്? ലക്ഷ്മിപ്രിയ. കലാകാരി തന്നെടി. അയ്യോ അപ്പൊ നമ്മളതിലിരിക്കുന്ന തെളിവ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് അങ്ങനെ പറയാനല്ലേ പോകുന്നത്. അറിയാം, തെളിവ് കയ്യിലുണ്ട്. വിളി, കേസ് കൊടു, സ്റ്റേഷനിൽ വരും, തെളിവ് ഹാജരാക്കും. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. സന്തോഷം. ഇനി ഒരു ഊമക്കത്തിന്റെ കേസ് ലക്ഷ്മി ചേച്ചി പറഞ്ഞില്ല, നമുക്ക് ആ ഊമക്കത്തൊന്ന് നോക്കാം. അമ്മ സംഘടനയിലെ അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഒരു തുറന്ന കത്ത്. ബഹുമാനപ്പെട്ട സിനിമാ പ്രവർത്തകരെ, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് ഞാനിത് എഴുതുന്നത്. അതിലുപരി നിങ്ങളുടെ സംഘടനയിലെ ഒരു ഭാരവാഹിയിൽ നിന്നും നേരിട്ട ചതിയിൽ തകർന്നു പോയൊരു മനുഷ്യന്റെ അടുത്ത സുഹൃത്താണ് ഞാൻ. ശ്രീ സിബിലാലിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഞാൻ ഈ കത്ത് നിങ്ങൾക്കായി എഴുതുന്നത്. അവന്റെ നിസ്സഹായ അവസ്ഥയും സങ്കടവും നേരിട്ട് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരമൊരു തുറന്ന് കത്തെഴുതുന്ന ഞാൻ നിർബന്ധിതയായത്. നിങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സബീന അബ്ദുൽ ലത്തീഫ്, ലക്ഷ്മിപ്രിയ അതാണ് റിയൽ നെയിം, ഓക്കെ, ഭർത്താവ് ശ്രീ പി ജയദേവ് എന്നിവർക്കെതിരെ സിബിലാൽ നൽകിയ വഞ്ചനാ കേസ് ഇന്ന് കോടതിയുടെ പരിഗണനയിലാണ്. ഒരു സഹപ്രവർത്തക എന്ന നിലയിലുള്ള വിശ്വാസത്തിൽ ആറാട്ടുമുണ്ടൻ എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി അദ്ദേഹം നൽകിയ വലിയൊരു തുക ഇവർ വഞ്ചനയിലൂടെ കൈക്കലാക്കി എന്നതാണ് പരാതി. ഇതിന്റെ നിർണായകമായ കോടതി നടപടികൾ വരാനിരിക്കുന്ന 26 മാർച്ച് 3 നടക്കുകയാണ്. നീതിക്ക് വേണ്ടി നിയമപരമായി പോരാടുന്ന എൻ്റെ സുഹൃത്ത് ഇന്ന് അനുഭവിക്കുന്ന മാനസിക പീഡനം വിവരിക്കാനാകില്ല. ഗുണ്ടകളെ ഉപയോഗിച്ചുള്ള ഭീഷണികളും ദുർമന്ത്രവാദവും നടത്തി കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ഭയപ്പെടുത്തലുകളും അവനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. സത്യം പുറത്തു വരാതിരിക്കാൻ ഒരു എന്തൊക്കെ രീതിയിൽ തകർക്കാമോ അതെല്ലാം ഇവിടെ നടക്കുന്നു. ഏറ്റവും ഗൗരവകരമായ കാര്യം, ഈ
കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ സഹിതം സിബിലാൽ ആദ്യം ഇമെയിൽ വഴിയും പിന്നീട് നേരിട്ടെത്തിയും നിങ്ങളുടെ സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു എന്നതാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പരാതിയിൽ യാതൊരു മറുപടിയോ തുടർ നടപടിയോ ഉണ്ടായിട്ടില്ല. ഒരു ഭാരവാഹിക്കെതിരെ പരാതി വരുമ്പോൾ അത് അന്വേഷിക്കാനും മറുപടി നൽകാനും സംഘടന തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ലക്ഷ്മിപ്രിയ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഈ പരാതിയുടെ നടപടികൾ തടയുകയാണോ? ഒരു സാധാരണ അംഗം പോലും അറിയാത്ത ഈ വിഷയം സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടാത്തത് ആരെ സംരക്ഷിക്കാനാണ്? സംഘടന നൽകേണ്ട ഒരു ചെറിയ മറുപടി പോലും വൈകിക്കുന്നത് അവന് കോടതിയിൽ ലഭിക്കേണ്ട നീതിയെ തടയാൻ വേണ്ടിയാണോ എന്ന് ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ സംശയിക്കുന്നു. താൻ നേരിടുന്ന ചതിയെക്കുറിച്ച് ആരോടും പരാതിപ്പെടാതെ സങ്കടവും ഉള്ളിലൊതുക്കി കഴിയുന്ന സിബിലാലിന്റെ അവസ്ഥ കണ്ടാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി നിൽക്കുന്നവർ സംഘടനയുടെ നേതൃത്വത്തിൽ തുടരുന്നത് അംഗങ്ങൾക്ക് തന്നെ അപമാനമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ സിബിലാലിൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നമ്പറും കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് തികഞ്ഞ ഇനി ക്രിമിനൽ പശ്ചാത്തലത്തിൽ ക്രിമിനൽ കേസ് അടക്കമുള്ള ലക്ഷ്മിപ്രിയ എങ്ങനെ അവിടുത്തെ ഭാരവാഹിയായി? അത് അടുത്ത ചോദ്യം. അവിടെയാണ് നമ്മുടെ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രമുഖ നടി രതിപുഷ്പം പൂക്കുന്നു യാമം മൊഞ്ചുന്നത് കേട്ടോ. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഒരു കൂട്ടം ഫ്രോഡുകൾ ഇപ്പൊ കയറി ഇന്ന് ഭരിക്കുന്നു അമ്മ എന്ന സംഘടന. ഇത് ഉറപ്പായിട്ടും ഇനി ഇപ്പം നിലനിൽക്കുന്ന ഭാരവാഹികളെല്ലാം മാറി വീണ്ടും ആണുങ്ങൾ നിലവിൽ ഭരണത്തിൽ വരേണ്ട ഒരു അവസ്ഥയുണ്ടാവും. പെണ്ണുങ്ങൾ അറുതി മതി, തികഞ്ഞ് ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സൂപ്പർ. ഒരു പാവപ്പെട്ട പ്രൊഡ്യൂസറിനെ സ്വയം ജീവനൊടുക്കേണ്ട സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച ലക്ഷ്മിപ്രിയയ്ക്ക് അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പോൾ കേസ് മാർച്ച് 3 ഇറങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. ടാറ്റ ബൈ ബൈ. കഥം അയ്യോ ഞാൻ തട്ടിപ്പൊന്നും നടത്തൂല, ഞാൻ പുണ്യാളത്തി. ഇനി വേറൊരു മഹാനായ വ്യക്തി ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വിമൽകുമാർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന, സ്വന്തം സൗണ്ടിൽ മാത്രം എല്ലാവരെയും മിമിക്രി ചെയ്യുന്ന കഴിവില്ലാത്തൊരു കഴിവേറിയ ആള് ടിനി ടോം. കമോൺ ടു സ്റ്റേജ്. വെൽക്കം ടിനി ടോം. ഓക്കെ, കമോൺ. ചുമ്മാ വെറും പ്രകസനം, പട്ടിഷോ, വേറെ ഒന്നുമില്ല. ടെനേട്ടാമേട്ടൻ. അപ്പൊ ടെനേട്ടാമേട്ടനെ കുറിച്ചിട്ട് നമുക്ക് ഞെട്ടിക്കുന്ന ഒരു സംഭവമായി നാളെ വരാം. ഓക്കെ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ശരി, കാണാം. പുതിയൊരു വീഡിയോ ഉണ്ട്. ബൈ.